എന്റെ യൂട്യൂബ് ചാനലായ ആദുവിന്റെ കൂട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ വെക്കേഷൻ കാലത്ത് ഞാൻ ചെയ്തു വെച്ച കുറച്ച് കൃഷിയാണ്. നമുക്ക് നേരെ കാണാൻ പോയാലോ. അപ്പൊ ഗൈസ്, ഞാൻ ഇവിടെ കുറച്ച് മത്തനും കുറച്ച് പയറും കുറച്ച് ചീരയാണ് നട്ടിരിക്കുന്നത്. നമ്മൾ നല്ല തടമൊക്കെ എടുത്താണ് നട്ടിരിക്കുന്നത്. നമുക്കത് കാണാം. ഓക്കെ, ഇതാണ് നമ്മളെ മത്തൻ കേട്ടോ. നമുക്ക് മത്തൻ പയറ്, എല്ലാവരും പയറ് കണ്ടോ. പയറിൽ ചീര ഉണ്ട് കേട്ടോ. ചീര രണ്ട് കളർ ചീരയാണിത്. ചെറു തൈകളുണ്ട്. പിന്നെ പയറ് കേട്ടോ. ഇത് ബീൻസ് ആണ്. ബീൻസ് അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് ഇത്രയും ശുദ്ധമായിട്ട് നമുക്ക് ഇത്രയും പച്ചക്കറി നമുക്ക് ലഭിക്കുമെങ്കിൽ നമുക്ക് ഇതൊരു സാമ്പാർ കൂട്ട് തന്നെ, ഇച്ചിരിയെങ്കിലും സാമ്പാർ കൂട്ടാക്കാം. ഉറപ്പായിട്ടും നല്ല ശുദ്ധമായിട്ട് ലഭിക്കാൻ പറ്റുന്ന ഞങ്ങൾ ആകെ ഇച്ചിരി ചാണകവും കുറച്ച് നല്ല മണ്ണുമായിട്ടാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. വേറെ മരുന്നോ കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. മരുന്ന് അടിക്കുന്നത് കൊണ്ട് നമ്മളെ ആരോഗ്യത്തിന് അത് ഒട്ടും, നമുക്ക് ആരോഗ്യത്തിന് ഒട്ടും അത് നല്ലല്ല. കാരണം നമ്മൾ മരുന്നടിച്ചത് തിന്നു കഴിഞ്ഞാൽ നമുക്ക് പലതരം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും ഒരു മരുന്നും അടിക്കാണ്ടാണ് ഇത്രയും ഉണ്ടാക്കിയത്. നമ്മുടെ വീട്ടിൽ പശു ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ചാണകം മാത്രം ഇട്ടിട്ടുണ്ട്. ചാണകവും മണ്ണും അത്ര ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഞാൻ ഈ വെക്കേഷൻ കാലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഏപ്രിൽ അവസാനം നട്ടതാണ് ഇതൊക്കെ. അത്യാവശ്യം ചീരയാണ് പെട്ടെന്ന് മുളച്ചു വന്നത്. നമ്മൾ പയർ പിന്നെ മുളച്ച് വരുന്നുണ്ട്. ഇനി മത്തനത് അവിടെ നിന്ന് പടർന്നു പിടിക്കണം. ഇപ്പോൾ മഴയൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് പടരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പച്ചക്കറി നടുക. അതിനുവേണ്ടി നമ്മുടെ ആരോഗ്യവും നമ്മളെ വീട്ടുകാരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ആരോഗ്യത്തിന് യാതൊരു തര തകരാറും ഉണ്ടാക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കൃഷി നടത്തി നമുക്ക് നമ്മളെ ആരോഗ്യം മെച്ചപ്പെടുത്താം. പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണേ, ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമന്റൊക്കെ നമുക്ക് കൂടുതൽ ഉണ്ടാകണം. എല്ലാവരും സപ്പോർട്ടും ഞാൻ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക്സ്.